ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 6 മാസത്തേക്കാണ് ഈ സസ്പെൻഷൻ. 6 മാസം കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാമെന്നാണ് നേതാക്കൾ പറയുന്നത്. നിയമസഭാ സമ്മേളനങ്ങളിൽ നിന്ന് മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കി നിർത്തും. നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കേണ്ട എന്നും തീരുമാനമുണ്ട്. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D. ബിനോയ് ചേരുന്നു. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ മുഖാമുഖമായിരിക്കും മാധ്യമങ്ങളോട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ, വെറും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് മാത്രം പറയേണ്ടി വരും. ഇതിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങളും നടപടിയെടുത്തതിൻ്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ് D. ബിനോയ്? കഴിഞ്ഞ ദിവസം ഇന്നലെ മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം KPCCക്ക് മുന്നിൽ മുതിർന്ന നേതാക്കളും AICCയും മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്ന് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. ഒപ്പം AICC നേതാക്കളും ഇതിൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ തന്നെ ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുവാൻ, ഒപ്പം 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. അതിനുപരിയായി പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, വെറും സസ്പെൻഷൻ മാത്രമാണോ എന്നുള്ളത്. അതല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരനല്ലാതായി മാറുന്നു അടുത്ത 6 മാസത്തേക്ക്. ഒപ്പം ഈ പാർട്ടി ചുമതലപ്പെടുത്തുന്ന പദവികൾ, അതായത് പ്രത്യേകിച്ചും നിയമസഭാ സാമാജികൻ കൂടിയാണ്, അപ്പോൾ MLA സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ പോലും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട നിയമസഭാ സമ്മേളനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. ഇന്നലെ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന്. അത്തരത്തിൽ ഒരു ഒഴിവാക്കൽ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒപ്പം ഇത് കൂടാതെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ കേൾക്കും. അതിനായി ഒരു സമിതിയെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന നേതാക്കളിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞത് ഇനി യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിക്കാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ സീറ്റ് നൽകരുത് എന്നുള്ളതാണ് ഒരു പ്രധാന നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ശക്തമായി ഉണ്ടാകുമെന്നൊരു സൂചന കൂടിയുണ്ട്. കാരണം നിലവിൽ ഇര പരാതി ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും ആരോപണങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു നടപടിക്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇര പരാതി നൽകാൻ സാധ്യതയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിലൊരു ഈ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. 2 ആഴ്ചക്കുള്ളിലാണ് റിപ്പോർട്ട് നൽകേണ്ടത്. അത് ഒപ്പം തന്നെ BJPയുടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകരെ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത് കേന്ദ്ര ബാലാവകാശ കമ്മീഷനെ കൊണ്ട് അതിവേഗത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് പോലീസ് നടപടികളിലേക്ക് കാര്യം നീക്കുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ദോഷം വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ 6 മാസത്തേക്ക് പാർട്ടിയുടെ പൂർണ്ണമായും, അതായത് എല്ലാ പദവികളും ഒഴിവാക്കി കോൺഗ്രസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഒരു നടപടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറയാൻ കഴിയത്തില്ല. ഒപ്പം MLA പദവി ഉണ്ടെങ്കിൽ തന്നെയും ആ പദവി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തുമില്ല. ഏതെങ്കിലും കാരണവശാൽ പോലീസിന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ പോലീസിന്റെ മറ്റു നടപടി നീങ്ങണമെങ്കിൽ സാധാരണഗതിയിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരു അനുമതി വാങ്ങണം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ സ്പീക്കറുടെ അനുമതി വേണ്ടി വരില്ല. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആലോചിച്ച് നടപ്പിലാക്കിയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സാധാരണയിൽ വ്യത്യസ്തമായി കോൺഗ്രസിൽ ഉണ്ടാകാത്ത ഒരു നടപടിക്രമം എന്ന് തന്നെ പറയാൻ കഴിയും. ഇത്ര വേഗത്തിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു നിയമസഭാ സാമാജികനെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്ത് നിർത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതിനിടയിൽ ഉയർന്ന ഒരു ചോദ്യചിഹ്നമുണ്ട്, എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിക്കുന്നില്ല എന്നുള്ളത്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ളൊരു ഭീതി കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ചും 9 മാസം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ നിയമസഭയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമസഭയ്ക്ക് ഇനി 9 മാസം കൂടെ തുടരാനുള്ള സാവകാശമുണ്ട്. അപ്പോഴേക്ക് 5 വർഷം പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ ഒരു 9 മാസം നീണ്ടു നിൽക്കുമ്പോൾ ഇതിനിടയിൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. കാരണം 6 മാസം വരെയാണ് കുറഞ്ഞ കാലപരിധി. 6 മാസത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയുള്ളൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയില്ലാതാവുകയുള്ളൂ.
നിലവിൽ അത്ര ഒരു സാഹചര്യമല്ല. ഏതെങ്കിലും കാരണവശാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് പാലക്കാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് വലിയ തരത്തിൽ തിരിച്ചടിയാവും. ബി ജെ പിക്ക് അവിടെ ഒരു മേൽക്കൈക്കുള്ള സാധ്യത കോൺഗ്രസ് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃത്യമായും ഒരു നടപടിക്രമം 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തുക, ഒപ്പം നിയമസഭാ സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. ഈ സെപ്റ്റംബർ 15 മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിനുപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത്, ഈ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അന്വേഷണത്തിലേക്കല്ല പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണോ പറയാനുള്ളത് ആ വിശദീകരണം കേൾക്കുവാൻ പാർട്ടി തയ്യാറാവും. പക്ഷേ അത് എന്ന് കേൾക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. ഒപ്പം ഈ പരമാവധി ഈ സസ്പെൻഷൻ കാലാവധിയിൽ തുടരുന്ന സമയത്ത് തന്നെ മറ്റു നടപടികളിലേക്ക് കൂടി നീങ്ങുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നേതാക്കന്മാർ ആലോചിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് KPCC അധ്യക്ഷൻ തന്നെ ഒരു കാര്യം പറഞ്ഞത്, എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യത്തിനും KPCC അധ്യക്ഷൻ മറുപടി നൽകുകയുണ്ടായിരുന്നു. മറ്റ് പാർട്ടികളിലും ഇത്തരത്തിൽ FIR ഇട്ട് നിയമ നടപടികൾ നേരിടുന്ന നിയമസഭ സാമാജികരും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയുണ്ട്. അവരെ ഒന്നും തന്നെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ടില്ല. MLA ആയി തുടരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം നടത്താത്തവർ എന്തിനാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്ന ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോൾ കാണും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്നലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും KPCC ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിട്ടില്ല. പ്രത്യേകിച്ചും അവന്തികയുടെ ഒരു ശബ്ദരേഖ മാത്രമാണ് പുറത്തുവിട്ട് അതിനെ നേരത്തെ ഉണ്ടായിരുന്ന പരാതിയെ ഖണ്ഡിക്കാൻ ഒരു ശ്രമം നടത്തിയത് ഒഴികെ വേറെ ഒരു തരത്തിലെ ഈ ആരോപണങ്ങൾക്കെതിരെയും ഒരു മറുപടിയും പറയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഇത്തരം ആരോപണങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകും എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ഉണ്ട്. അതേസമയം ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രവും ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ചിത്രവും വെച്ചുകൊണ്ട് BJP ദേശീയ തലത്തിൽ തന്നെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ട് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം BJP ദേശീയ തലത്തിൽ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും BJPക്ക് കിട്ടിയ അവസരം രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ BJPയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ബിനോയ്, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ FB പോസ്റ്റ് വന്ന സമയത്ത് തന്നെ തത്സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് ഇത് ഇട്ടുകൊടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്. മറ്റെല്ലാ നേതാക്കളും സംസ്ഥാനത്തുടനീളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും രാജ്യസമ്മർദ്ദം ഏറുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുകയും ഈ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ അടക്കമുള്ള രീതിയിൽ ലൈംഗികാരോപണ കൃത്യങ്ങളുടെ പ്രതിസ്ഥാനത്ത് മനസ്സാ ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊന്നും അറിയാതെ വോട്ടർ ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രകടനവും യാത്രയുമെല്ലാം അഹോരാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശീയ നേതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളെ ന്യായീകരിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഉചിതമാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അതിനെ BJP ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുക. അതേസമയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ വാർത്ത, പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് അവിടുത്തെ MP VK ശ്രീകണ്ഠൻ MP അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ SFI പ്രതിഷേധിച്ചിരിക്കുന്നു. VK ശ്രീകണ്ഠൻ MP കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം പരാതിയായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന നടിക്കെതിരെ സംസാരിക്കുകയുണ്ടായി. നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. മന്ത്രിമാരുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളാണോ പരാതി ഉന്നയിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള പരാമർശം നടത്തുകയുണ്ടായി. പിന്നീട് അത് പിൻവലിച്ചുവെങ്കിൽ പോലും ആ പരാമർശത്തിൻ്റെ പേരിൽ അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ VK ശ്രീകണ്ഠൻ MPക്ക് നേരെ പ്രതിഷേധിക്കുകയുണ്ടായി SFI പ്രവർത്തകർ. എന്ന് മാത്രമല്ല, പാലക്കാടും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ വരുന്ന ഇടങ്ങളിലുമെല്ലാം DYFI അവരുടെ പ്രതിഷേധം തുടരും എന്ന് പറയുകയുണ്ടായി. കോഴിക്കോട് DCC പ്രസിഡന്റ് അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ തിരിച്ചും ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള പറച്ചിൽ നിൽക്കുകയാണ് ഇപ്പോൾ SFI VK ശ്രീകണ്ഠൻ MPക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ എന്തായിരിക്കാം പറയാൻ സാധ്യത എന്നുള്ളത് നമ്മൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള
എന്നുള്ള നിലയ്ക്ക്, കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു തണലിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള സംഭാഷണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരനല്ലാത്ത, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കേവലം ഒരു MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ആ രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാരം അല്ലെങ്കിൽ തണൽ ഇല്ലാതെ സംസാരിക്കാൻ കഴിയും. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിനകത്തുള്ള ചിലരൊക്കെ പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. സഹവാസം കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളുടെയും പങ്കുവെപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവുമോ, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ വിചാരപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് അല്പം ആശങ്കയുണ്ടായേക്കാം. കോൺഗ്രസിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരിക്കില്ല കോൺഗ്രസിന് പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള നിലയ്ക്ക്. അതേസമയത്ത് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ കേവലം ഒരു MLA ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തന്നെയും ഓരോരോ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം അവന്തികയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ മറ്റു ചില കാര്യങ്ങളിൽ ചില സംഭാഷണങ്ങളൊക്കെ നടത്തുകയും സഹതാപ രംഗത്തിൻ്റെതായ ചില സംഭാഷണങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ഇടയ്ക്ക് കണ്ണീർ വരുന്ന മുഖത്തിൻ്റെ ക്ലോസപ്പ് ദൃശ്യങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 6 മാസത്തിനിടയിൽ തന്നെ പരിഷ്കരിച്ച് ഈ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് മറ്റൊരാളായിട്ട് മാറാനുള്ള ശ്രമം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞുവെന്ന് വന്നേക്കാം. പ്രത്യേകിച്ചും K. കരുണാകരന് എതിരായി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള പൊതുസമൂഹത്തിൻ്റെ ധാരണയുണ്ടായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അതിനുശേഷം ആ കരുണാകരൻ മന്ത്രിസഭയെ അധികാരത്തിലെത്തിക്കാൻ പൊതുസമൂഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവർ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് പൊതുസമൂഹം എന്നുള്ള വാക്ക് അങ്ങനെ ഏകപക്ഷീയമായിട്ട് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും കൂട്ടം ചേർന്ന് രാഹുലിനൊപ്പം, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേട്ടയാടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നവരുമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരിക്കും പറയുക എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എങ്കിലും നിലവിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ചുകൊണ്ടും ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള നിലയ്ക്കും എന്തൊക്കെ ആവാനാണ് സാധ്യതയുള്ളത്? ഈ പ്രശ്നങ്ങളെ ന്യായീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും അദ്ദേഹം ഇന്നലെ മുതൽ തന്നെ പറയുന്നു, താനൊരു കോൺഗ്രസ്സുകാരനായി എപ്പോഴും കോൺഗ്രസിനൊപ്പം തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു നടപടി എന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. ഒരു പക്ഷേ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. ഒപ്പം ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ, അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ ഒരുപക്ഷെ ആരോപണം നിഷേധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഇതുവരെയായും ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും അദ്ദേഹം ഒരു മനസ്സ് തുറന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതേസമയം ആവർത്തിച്ചിട്ട കാര്യത്തിൽ മാത്രമാണ് ഒരു ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായത്. അത് അദ്ദേഹത്തിന് തന്നെ പിന്നീട് തലവേദനയായി മാറുകയും ചെയ്തു. കൂടുതൽ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്നും അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് സംസാരിച്ചതെന്നും എന്നൊക്കെയാണ് അവരെ പറയുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം പാർട്ടി കടുത്ത നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് പാർട്ടി ഒരു കാരണവശാലും ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇക്കാര്യങ്ങളിലൊക്കെ രാഹുലിന് പറയാനുള്ളത് പറയേണ്ടി വരും. അത് വെളിപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെ എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ മുതൽ തന്നെ പറയാനുള്ളത് പറയാം എന്ന് രാഹുൽ പല ആവർത്തി അവിടെ മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇത്തരം വലിയ തരത്തിലെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് മറുപടി നൽകാത്തത് എന്താണെന്ന് ചോദിച്ചിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞത് സമയമാകുമ്പോൾ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ KPCC ഇന്നലെയും മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലും KPCCയുടെ ഭാഗത്തൊരു വിലക്ക് ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് വെറും സാധാരണ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറിയത്. ഇന്ന് അത്തരത്തിൽ വിലക്കില്ല, KPCCയുടെ ഭാഗമേ അല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു തുറന്ന സംസാരത്തിനുള്ള അവസരം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ കൂടി മാധ്യമപ്രവർത്തകർക്കുണ്ട്. ആദ്യം 3 മണിക്കാണ് കാണുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം തന്നെ അവിടെ അദ്ദേഹത്തിന്റെ അടൂർ നെല്ലിമുകളിലുള്ള വീട്ടിലുണ്ട്, കൂട്ടുകാരും ഒപ്പമുണ്ട്. ഒരു പക്ഷേ 4 മണിയോടുകൂടി തന്നെ ചിലപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിന്റെ മുന്നിൽ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ഒരു MLA മാത്രമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിട്ട് പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ MLA ആയിരിക്കുന്ന ആ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന പൊതുപരിപാടികളൊക്കെ ഇനിയും ഉണ്ടായേക്കാമല്ലോ. 6 മാസത്തിൽ കൂടുതൽ സമയവുമുണ്ട് താനും. ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പൊതുപരിപാടികൾ, MLA എന്നുള്ള നിലയ്ക്ക് അധ്യക്ഷനായിട്ടിരിക്കേണ്ട പരിപാടികൾ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താവാനാണ് സാധ്യത?
നിലവിൽ പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു MLA ആയി തുടരാം എന്നുള്ളത്. പക്ഷേ ഈ ശക്തമായ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാടേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടുത്തെ പരിപാടികൾ പങ്കെടുക്കാനോ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കും എന്ന് പറഞ്ഞതിന്റെ ശാസ്ത്രമേള ഉണ്ടായിരുന്നു, പാലക്കാട് നടത്താൻ നിശ്ചയിച്ചിരുന്നു. അതിന്റെ ഔദ്യോഗിക കമ്മിറ്റി രൂപീകരണത്തിന്റെ അധ്യക്ഷനായി തുടരാൻ അധ്യക്ഷൻ MLA ആയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ആരോപണം വന്നുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടുകൊണ്ട് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വളരെ മോശം അഭിപ്രായങ്ങളും വാർത്തകളും വരുന്ന ഒരാളിനെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് അത്തരം ഒരാളിനെ വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റി വേണ്ട എന്ന് പറയുന്നു. പിന്നീട് ഈ കലാമേള പാലക്കാട് നിന്നും ഇപ്പോൾ ഷൊർണൂറിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു കാര്യം. മറ്റുള്ള കാര്യങ്ങൾ പാലക്കാട് സംബന്ധിച്ചോളം പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും BJP ആണ് ഒരു ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സർക്കാർ തലത്തിലുള്ള പരിപാടികളിൽ നിന്നും പ്രത്യേകിച്ചും സർക്കാരിന്റെ ഉദ്ഘാടന പരിപാടികളിൽ സാധാരണഗതിയിൽ സ്ഥലം MLA നിലയ്ക്ക് രാഹുൽ അധ്യക്ഷത വഹിക്കേണ്ടതുണ്ട്. ആ പരിപാടികളിൽ സർക്കാരിന്റെ സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്താനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം ഈ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് പരിപാടികളിലേക്ക് ആരും തന്നെ വിളിക്കാനുമുള്ള സാധ്യത കുറവാണ്. എന്തായാലും പാലക്കാട്ടെ പാർട്ടിയും ഒരു നിലപാട് എടുത്തിരിക്കുന്നു, കടുത്ത നിലപാട് തന്നെ എടുത്തിരിക്കുന്നു. ഈ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് പാലക്കാട് പാർട്ടിയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ പാലക്കാട്ടെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ പാലക്കാട് MLA നിലയ്ക്ക് പങ്കെടുക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം സർക്കാർ പരിപാടികളിൽ നിന്നും കൃത്യമായി ഈ ആരോപണ വിധേയനായ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കി നിർത്തിയിരിക്കുന്ന MLA വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന പശ്ചാത്തലത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും വാർഡ് തലത്തിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ അതടക്കമുള്ളവ നന്നാക്കുക, ടാർ ചെയ്യുക, താൻ വികസന പ്രവർത്തനം നടത്തിയെന്ന് ഓരോ ജനപ്രതിനിധിയും ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള മാസങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ ഒക്കെ ഒരു നാഥനില്ലാത്ത MLA, പാർട്ടിയില്ലാത്ത ഒരു MLA എന്നുള്ളതിലേക്ക് ഏത് രീതിയിലാവും എന്നുള്ളതിൽ വലിയ സംശയമുണ്ടാവും. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MP രാജേഷ് CPI നേതാവ് മന്ത്രി ഇന്ന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ പാലക്കാട് ജില്ലയുടെ തലയുടെ മുകളിൽ MLA ആയിട്ട് അങ്ങനെ വെക്കുക, അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു പറച്ചിലാണെങ്കിൽ തന്നെയും നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് നോക്കിയാൽ അവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒരു MLA ഉണ്ടെങ്കിൽ തന്നെയും ആ MLAയിലൂടെ അത് സാധ്യമാക്കേണ്ടത് ആ MLA പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലൂടെയാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലൂടെയാണ്, UDFിലൂടെയാണ് നടപ്പാക്കപ്പെടേണ്ടത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു MLAക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് അതെങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു സ്വതന്ത്ര MLA ആണെങ്കിൽ പോലും ആ സ്വതന്ത്ര MLAയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് ആ മണ്ഡലത്തിലെ ജനം ആണ് ഇത് അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറയാവുന്ന രീതിയിലേക്ക് വന്നാൽ അതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. അത് നമ്മുടെ ഭരണ സംവിധാനവും ഒക്കെ ചേർന്നുകൊണ്ട് പറയേണ്ടതാണെന്ന് അറിയാം. എങ്കിലും അതൊരു ചോദ്യമല്ലേ? കാരണം MLA ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഉള്ള MLA ആണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അതല്ലാത്ത പക്ഷം അത്തരം ഒരു MLA ഇല്ലെന്നുണ്ടെങ്കിൽ പകരം അതിന്റെ ചുമതല കളക്ടറാണ് ഏറ്റെടുക്കാനുള്ളത്. നിലവിൽ ഇപ്പോഴും ഒരു പ്രതിസന്ധി തന്നെ നിലനിൽക്കുകയാണ്. MLA ഉണ്ട്, പക്ഷേ MLA പാർട്ടിയുടെ ഭാഗമല്ല. MLAക്ക് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. MLAക്ക് വിലക്ക് എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. സർക്കാർ പരിപാടികളിൽ നിന്നും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നാട്ടിൽ നടന്ന വികസനങ്ങൾ, ചെറിയ റോഡുകളുടെയും മറ്റും വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് തേടി ഇറങ്ങാനുള്ള പതിവ്. ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പാലക്കാടിന്റെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ പൊളിഞ്ഞ റോഡോ അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൈദ്യുതി എത്താത്ത പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നടപടി എടുക്കേണ്ടത് MLA ആണ്. എന്നാൽ MLAയുടെ അസാന്നിധ്യം അല്ലെങ്കിൽ അസാന്നിധ്യത്തിൽ നടക്കുകയുമില്ല. കാരണം MLA ഉള്ളപ്പോൾ MLA ഫണ്ട് വിനിയോഗിക്കാനുള്ള അവകാശവും അർഹതയും MLAമാർക്ക് മാത്രമാണ്. MLA ഇല്ലെങ്കിൽ മാത്രമാണ് ഇത്തരം ഫണ്ടുകളുടെ വിനിയോഗം സാധാരണഗതിയിൽ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തുക. ഇത്തരത്തിൽ ഒരു ഭരണപരമായ ഒരു പ്രതിസന്ധി കൂടി അവിടെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം MLA ആണ് എന്ന് പറയുമ്പോഴും ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോഴും പക്ഷെ പാർട്ടിക്കകത്തല്ല, പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന MLA എന്ന ഒരു വിഷയം അവിടെ ഉയരുന്നുണ്ട്. അതിന്റെ സാങ്കേതിക വശങ്ങൾ, നിയമവശങ്ങളൊക്കെ ഒരു പക്ഷേ ആലോചിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. എന്തായാലും
നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പാലക്കാട്ടേക്ക് എത്തുക ഒരു വിവാദമുണ്ടാക്കാനോ ഒരു പ്രതിഷേധത്തിന് മുമ്പിൽ പെടുകാനോ ഒന്നും ഉള്ള ഒരു സാധ്യത കുറവാണ്. കാരണം പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാടുണ്ടാവില്ല, ഒരു പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഒറ്റപ്പെട്ട രീതിയിൽ അവിടെ പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ടി വരും. മാത്രവുമല്ല അതെ, അത് ഒരു ഭാഗത്ത് അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ മുന്നോട്ട് പ്രവർത്തനം പോകേണ്ടി വരും. മറുഭാഗത്ത് ഇതിന്റെ അലയൊലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച ഇപ്പോൾ പശുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു പ്രകടനം നടത്തുകയാണ്. പശുവിനെയും മറ്റും എഴുന്നള്ളിച്ചു കൊണ്ടുവന്നുള്ള ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഡി ബിനോയിയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഒരു തുടർച്ച എനിക്കൊരു സംശയമുള്ളത് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. യുവമോർച്ചയുടെ ആ